വളരെ ചെറിയ ഉപയോഗം മാത്രമേ സ്വർണം കൊണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല സ്വർണം കുറച്ചേ പറ്റുള്ളൂ, അത് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. കിട്ടുന്നതിന്റെ ബാക്കറ്റല്ലേ. നിങ്ങൾ നോക്കൂ, എന്നാൽ അല്ലാഹു ജല്ല ജലാലുഹു വെച്ച മറ്റൊരു സാധനമാണ് വലിയ വിലപിടിച്ച കല്ലുകൾ, വലിയ വലിയ വിലപിടിച്ച കല്ലുകൾ. സുബ്ഹാനല്ലാഹ്, അത് വളരെ കുറച്ചേ ഉള്ളൂ, ഭയങ്കര വിലയാണ്. ഇങ്ങനെ നമുക്ക് ആവശ്യം വരാത്ത ഒരു സാധനമാണ്. കുറച്ച് ഭംഗിക്ക് വേണ്ടി മാത്രമേ ആവശ്യം വരുന്നുണ്ടെങ്കിൽ വരുന്നുള്ളൂ. അത് വളരെ കുറച്ചും കിട്ടാൻ വലിയ പണിയാണ്. നിങ്ങൾ നോക്കൂ, ഇരുമ്പ് കുഴിച്ചെടുക്കണമെങ്കിലും അത് നമ്മുടെ കയ്യിലെത്തണമെങ്കിലും ഒരുപാട് പ്രയാസമുണ്ട്. അതേ സമയത്ത് ഏറ്റവും ആവശ്യം വരുന്ന ഒരു വസ്തു അതെന്താണ്? വായു. ഓരോ സെക്കൻഡിലും ആവശ്യമാണ് വായു. ആ വായു നമുക്ക് അല്ലാഹു തആല വെച്ചിരിക്കണേ. ഒരു തെങ്ങിന്റെ മുകളിൽ കയറണ്ട, ഒരു മരത്തിൽ ചുറ്റും പോകണ്ട, ഒരു പുഴയിൽ മുങ്ങണ്ട, ഒരു വലയും വീശണ്ട, ഒരു ഇരയെയും വിട്ടുകൊടുക്കണ്ട, ഒരു സ്ഥലത്തേക്ക് പോകണ്ട, ആരോട് പൈസ കൊടുത്ത് വാങ്ങണ്ട, ഒരു കടയിലും പോകണ്ട, ഒരു സ്റ്റോറിലും പോകണ്ട, ഒരു സ്ഥലത്തും നീങ്ങണ്ട. നീ പോകുന്ന സ്ഥലത്തൊക്കെ നിനക്ക് വായുവാണ്. എല്ലാ സ്ഥലത്തും എവിടെ പോകുന്ന സ്ഥലത്തൊക്കെ വായു നിന്റെ കൂടെ തന്നെയാണ്. അത് നിനക്ക് ലഭിക്കാൻ നീ അല്പവും പ്രയാസപ്പെടേണ്ടതില്ല. 5 പൈസ മാർഗം കൊടുക്കേണ്ടില്ല, ആരെയും ശുപാർശ കൊടുക്കേണ്ടതില്ല, ഒരു ലോറിയും ഒരു ഓട്ടോറിക്ഷയും വിളിച്ചുവോ പോകേണ്ടതില്ല. നിനക്ക് ഓരോ സെക്കൻഡിലും ആവശ്യമുള്ള വായു നീ പോകുന്ന സ്ഥലത്ത് നീ അറിയാതെ ഒരു പ്രയാസവുമില്ലാതെ നിനക്ക് ശ്വസിക്കാൻ അല്ലാഹു സംവിധാനം തന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഞാൻ ഒരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതാണ്. വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന വായു, അതിന് ഏറ്റവും മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമുള്ളവർ, അത് വളരെ എളുപ്പമായി അല്ലാഹു നമുക്ക് ലഭ്യമാണ്. ഇത് നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യന് വളരെ കൂടുതൽ ആവശ്യമുള്ളതാണ് വെള്ളം. ആ വെള്ളം ലഭിക്കാൻ നമുക്ക് ഭക്ഷണം ലഭിക്കുന്നത് പോലെ കൃഷി ചെയ്ത് കുറെ ദിവസം കാത്തിരിക്കേണ്ടതില്ല. അത് വളരെ എളുപ്പത്തിൽ ലഭിക്കാൻ അല്ലാഹു സംവിധാനം തന്നു. പക്ഷേ വായു പോലെ തന്നിട്ടില്ല. കാരണം വായു പോലെ വെള്ളം ആവശ്യമില്ല. വായു ഓരോ സെക്കൻഡിലും മനുഷ്യന് ആവശ്യമാണ്. അത് ഓരോ സെക്കൻഡിലും നൽകുകയാണ്. അതുപോലെ വെള്ളത്തിന്റെ ആവശ്യമില്ല. പക്ഷേ വെള്ളം ഭക്ഷണത്തെക്കാൾ ആവശ്യമാണ്. അതുകൊണ്ട് ഭക്ഷണം സമ്പാദിക്കാനുള്ള പ്രയാസം വെള്ളം ലഭിക്കാനില്ല. വെള്ളം ഭക്ഷണത്തെക്കാൾ എളുപ്പമാണ്. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം പലപ്പോഴും മരുന്നിനേക്കാൾ എളുപ്പമാണ്. കാരണം മരുന്ന് എപ്പോഴും എല്ലാവർക്കും ആവശ്യമില്ല. അതുകൊണ്ട് മരുന്നിന് ഭക്ഷണത്തെക്കാൾ പ്രയാസമാണ്. ഇരുമ്പ് സ്വർണത്തെക്കാൾ ആവശ്യമാണ്. അതുകൊണ്ട് സ്വർണം അത് ഇരുമ്പ് പോലെ ഇരുമ്പ് പോലെ പ്രയാസരഹിതമായി ലഭിക്കുന്നില്ല. വലിയ പണം നൽകണം. ഇരുമ്പ് അതിനേക്കാൾ ആദായത്തിൽ ലഭിക്കുന്നതും കൂടുതൽ സൃഷ്ടിക്കപ്പെട്ടതുമാണ്. അങ്ങനെ ഓരോന്നും നിങ്ങൾ എടുത്തു നോക്കൂ. മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും ലഭ്യമാകാൻ സംവിധാനം ചെയ്ത ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ്, ആ റബ്ബ് ജനങ്ങൾ വർദ്ധിക്കുന്നതിന് മുമ്പുള്ള കാലം, അക്കാലഘട്ടത്തിൽ ചെറിയ ചെറിയ യാത്രകളാണ്, ചെറിയ ചെറിയ ആവശ്യങ്ങളാണ്. ഇത്രയൊന്നും ജനസംഖ്യയില്ലാത്ത കാലം. ആ കാലഘട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യന് യാത്ര ചെയ്യാൻ കഴുത, കുതിര, ഒട്ടകം തുടങ്ങിയ വാഹനങ്ങൾ വെച്ചു. പായക്കപ്പലിൽ കയറി കപ്പലിലൂടെ പോകാൻ സംവിധാനം വെച്ചു. എന്നാലും ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങി. ജനങ്ങൾ ധാരാളം ചുറ്റി താമസിക്കാൻ തുടങ്ങി. ജനങ്ങൾക്ക് പല രാജ്യങ്ങളിലും പോകേണ്ടി വന്നു. പല സ്ഥലങ്ങളും എളുപ്പത്തിൽ എത്തേണ്ടി വന്നു. പല രാജ്യങ്ങളുമായി ആശയവിനിമയങ്ങൾ നടത്തേണ്ടി വന്നു. അതിനനുസരിച്ച് അല്ലാഹു ജല്ല ജലാലുഹു എന്തെല്ലാം വാഹനങ്ങളാണ് ഭൂമിയിലിറങ്ങിയത്, എന്തെല്ലാം സംവിധാനങ്ങളാണ് തന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് ലൈറ്റുകൾ, അതില്ലെങ്കിൽ ദിവസം ജീവിക്കാൻ എന്തൊരു പ്രയാസമാണ്. അതേസമയത്ത് നമ്മുടെ മുൻഗാമികൾ കണി കണ്ടിട്ടില്ല. അവർ ചെറിയ തീവളക്ക് കത്തിച്ചിട്ട് ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഒട്ടകപ്പുറത്ത് പോയിട്ട് ജീവിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിന് അത്ര മതിയായിരുന്നു ആ കാലഘട്ടത്തിൽ. അന്ന് ആവശ്യമുള്ളത് അന്ന് കൊടുത്തു. ഇന്നാവശ്യമുള്ളത് ഇന്ന് നൽകുകയാണ് റബ്ബ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് കാണാം,
അല്ലാഹു പറഞ്ഞില്ലേ വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിച്ചു കൊടുക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ, അവന്റെ ഈ അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർമ്മിപ്പിച്ചാൽ, ഈമാൻ ഹൃദയത്തിലുള്ളവർ, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവർ. എന്തിനാണ് ഈമാൻ എന്ന് പറയുന്നത്? ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുഹു തെരഞ്ഞെടുത്ത് പറഞ്ഞേറ്റ അവന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് വന്ന് എന്തൊരാശയം പഠിപ്പിച്ചിട്ടുണ്ടോ, ഏതൊരു കാര്യം നമ്മെ അറിയിച്ചിട്ടുണ്ടോ, ആ നബിതങ്ങൾ കൊണ്ടുവന്നതായി അനിഷേധ്യമായി അറിയപ്പെട്ട സർവ്വ വിഷയങ്ങളും മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ച് അംഗീകരിക്കുന്നതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സർവ്വ വിഷയങ്ങളും മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ച് വിശ്വസിച്ച് അംഗീകരിക്കുക, അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഉറപ്പൊരു മനുഷ്യനുണ്ടെങ്കിൽ അവനതാ ഉപദേശം നൽകുമ്പോൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോൾ, പരിശുദ്ധ ഖുർആൻ തന്നെ ഓതിക്കൊടുക്കുമ്പോൾ അവന്റെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ വൽഖൈല വൽബിഗാല വൽഹമീറ ലിതർകബൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള വാഹനങ്ങളെ സംബന്ധിച്ച്, ഒട്ടകം, കുതിര, കഴുത, കോവലുകൾ തുടങ്ങിയ വാഹനങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് ശേഷം അന്ന് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അന്ന് തന്നെ ഖുർആൻ പഠിപ്പിച്ചു. 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഖുർആൻ മനസ്സിലാക്കി തന്നു. എന്താണ് വയസ്സുഖു മാ ലാ തഅലമൂൻ. ഓ ജനങ്ങളെ, നിങ്ങളുടെ കാലഘട്ടത്തിലുള്ള വാഹനം കുതിരയും കഴുതയും ഒട്ടകവും ഒക്കെയാണെങ്കിൽ ഈ വാഹനം മാത്രമേ ഇവിടെ അല്ലാഹു കൊണ്ടുവരികയുള്ളൂ എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ഈ യുഗത്തിൽ നിങ്ങൾക്കറിയാത്ത, ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ധാരാളം അത്ഭുതകരമായ വാഹനങ്ങൾ പിൽക്കാലത്ത് അല്ലാഹു ലോകത്ത് സൃഷ്ടിക്കും കേട്ടോ. 1400 വർഷങ്ങൾക്ക് മുമ്പ് ചെറുപ്പക്കാരെ സൈക്കിൾ പോലും കണ്ടുപിടിക്കാത്ത കാലം, ഒരു ചെറിയ മോട്ടോർ സൈക്കിൾ പോലും ഇല്ലാത്ത കാലം, ഇന്നുള്ള ഒരു വാഹനങ്ങളും ഇല്ലാത്ത കാലം, ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ് വയഖ്ലുഖു മാ ലാ തഅലമൂൻ. നിങ്ങൾ അറിയാത്ത പല വാഹനങ്ങളും അല്ലാഹു ശേഷം ലോകത്ത് സൃഷ്ടിക്കും കേട്ടോ. ഈ ആയത്തിന്റെ തഫ്സീർ ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഏകദേശം 500 വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ ജലാലിൽ രേഖപ്പെടുത്തി വെച്ചു. എന്താണ്? മിനൽ അസ്യാഇൽ അജീബത്തിൽ ഗരീബ, അത്ഭുതകരമായ, ആശ്ചര്യജനകമായ, നിങ്ങൾക്ക് പരിചയമില്ലാത്ത അപരിചിതമായ പല വാഹനങ്ങളും പല വസ്തുക്കളും അല്ലാഹു പിൽക്കാലത്തിലൂടെ കൊണ്ടുവരുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇത് രേഖപ്പെടുത്തുന്ന കാലത്തും ഒരു യന്ത്രവൽക്കരണ വാഹനങ്ങളും ലോകത്തില്ല, ഇലക്ട്രിക് സംവിധാനങ്ങൾ ഇല്ല, ഇന്നത്തെ ഒരു സംവിധാനവും ആധുനിക സംവിധാനങ്ങളില്ല. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഖുർആൻ പറഞ്ഞ ആശയം മനസ്സിലാക്കി രേഖപ്പെടുത്തുകയാണ്. മിനൽ അസ്യാഇൽ അജീബത്തിൽ ഗരീബ, അത്ഭുതകരമായ വാഹനങ്ങൾ ലോകത്ത് അല്ലാഹു കൊണ്ടുവരുമെന്നാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സഹോദരന്മാരെ, അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് ഓരോന്നും നൽകിയ രാജ, ഓരോന്നും നൽകിക്കൊണ്ടിരിക്കുന്ന രാജ, ആ രാജാവിനെ സ്നേഹിക്കണം, ആ രാജാവിൽ ഉറച്ച വിശ്വാസം വേണം. അവർക്ക് ഖുർആൻ ഓതുന്നതിനനുസരിച്ച് അല്ലാഹു ജല്ല ജലാലുഹു അവർക്ക് ആയത്തുകൾ കേൾക്കുന്നതിനനുസരിച്ച്, ഉപദേശങ്ങൾ ശ്രവിക്കുന്നതിനനുസരിച്ച് അവർക്ക് ഒരുപാട് ഈമാൻ വർദ്ധിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്.